മനസ്സ് മടിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ ദിനേന കേൾക്കുന്ന മലയാളിക്ക് ഇന്ന് ഒരു സന്തോഷകരമായ, അതിൽ കൂടുതൽ അത്ഭുതകരമായ ഒരു വാർത്തയാണ് ഹരിപ്പാട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഇന്ന് നമുക്ക് ലഭിച്ചത്. കാരണം അവിടെ ഒരു ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഒരു യുവാവ് ട്രാക്കിൽ കയറി നിൽക്കുകയും ഇതറിഞ്ഞ ഒരു മാൻ മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മൊബൈൽ ട്രാക്ക് ചെയ്തപ്പോൾ ഈ റെയിൽവേ ട്രാക്കിൽ ഈ ലൊക്കേഷൻ കിട്ടിയ സമയത്ത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം വന്നപ്പോൾ ആ ലൊക്കേഷനിൽ ആളുണ്ടോ എന്നൊരു സംശയത്തിൽ തന്നെ അവിടെ വെച്ച് പോലീസ് സ്റ്റേഷനിൽ ട്രെയിൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ഓൾറെഡി ഇനി കഴിയില്ല, ട്രെയിൻ വിട്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ പിന്നൊന്നും നോക്കാതെ ആ സിവിൽ പോലീസ് ഓഫീസർ നിഷാദ് റെയിൽവേ ട്രാക്കിലൂടെ കുതിച്ചോടി ഇതിന്റെ ലൊക്കേഷൻ ലക്ഷ്യമാക്കി കുതിച്ചോടിയപ്പോൾ ട്രെയിൻ ഒരു വശത്തു നിന്ന് വരികയാണ്. ഈ യുവാവ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന് ആകെ കഴിയുന്നത് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ചങ്ക് ഇടറുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എടാ ചാടലടാ, പ്ലീസ് നീ ചാടലടാ, ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്തോ ഒരു സെക്കൻഡ് ആ ഒരു അഭ്യർത്ഥന ആ യുവാവിന്റെ മനസ്സിൽ എവിടെയൊന്ന് ശരിക്ക് പതിച്ചു. ആ യുവാവിന് അദ്ദേഹത്തിന്റെ ആ ഒരു കെഞ്ചൽ തള്ളാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിന്റെ ഒരു അപേക്ഷ തള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മാറി, അദ്ദേഹം മാറി നിന്നു. ട്രെയിൻ പോയപ്പോഴേക്കും ഈ സാധു ഓടി ട്രെയിനിൽ ട്രാക്കിൽ വീണു, കാല് കൈയെല്ലാം പരിക്ക് പറ്റി. ഓടിച്ചെന്ന് അവിടെ ചെന്ന് എന്തിനാടാ നീ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു അവിടുന്ന് കൂട്ടിപ്പോന്നു. ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഉറപ്പിച്ചു പോയ ഒരു വ്യക്തിക്ക് ആ ചെയ്യുന്നതിന്റെ ഒരു സെക്കൻഡ് മുന്നേ ഒരു ചേഞ്ചിങ്, ഒരു മാനസികമായിട്ടുള്ള എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കണ്ട് പേടിച്ചാൽ മതി. ആത്മഹത്യയിലേക്ക് വേണ്ടി ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാവുന്നതല്ല, മാസങ്ങളെ കൊണ്ട് കുറെ മുന്നേ പ്ലാൻ ചെയ്ത് അത് മനസ്സിനെ പാകമാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് കുറെ മാസങ്ങളെ കൊണ്ട് വർഷങ്ങളെ കൊണ്ട് മുന്നേ ഇവർ പ്ലാൻ ചെയ്യുന്നതാണ് ഈ ആത്മഹത്യ എന്നത്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരും ആത്മഹത്യ ചെയ്യൂല. അപ്പോൾ ഈ ആത്മഹത്യക്ക് വേണ്ടി അവർ പ്ലാൻ ചെയ്തു വരുന്ന സമയത്ത് തന്നെ ഒന്നുകിൽ അതിലേക്ക് ആ മനസ്സിനെ മാറ്റിയെടുക്കാനോ, അത് ശരിക്കും ആത്മഹത്യ പ്രേരണ എന്നുള്ളത് ഒരു മാനസിക വിഭ്രാന്തി തന്നെ, ഒരു മാനസിക രോഗമാണ്. ഇതിനറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൗൺസിലിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ആത്മഹത്യക്ക് കാരണമായ കാര്യം എന്താണെന്ന് അതിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്ത് ആ മാനസിക രോഗത്തിൽ നിന്നും അദ്ദേഹത്തെ ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ആത്മഹത്യയിൽ നിന്നും അവർ മാറി നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഒരു സെക്കൻഡ് മുന്നായാലും ശരി, മനസ്സൊന്ന് താളം തെറ്റിയോ ഒരു സെക്കൻഡ് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് പേടിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു വാക്ക് പറയുക, എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ ഒരു നൂൽ തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആത്മഹത്യയിൽ നിന്ന് മാറുക തന്നെ ചെയ്യും. അപ്പോൾ ആത്മഹത്യക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ആത്മഹത്യ മനസ്സുള്ള ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വളരെ ദാരുണമായ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത 2-3 ദിവസം മുന്നേ അറിഞ്ഞത്, ഷാനിയും 2 കുഞ്ഞുങ്ങളെ കൊണ്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന് ചിന്നിച്ചിതറി പോയത്. അവർക്കൊരു ആശ്വാസവാക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ തട്ടി വിളിച്ചു, ഒരു നിലക്കും അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ പ്രതീക്ഷയും കേട്ടപ്പോൾ ആരോടും ഒന്ന് തുറന്നു പറയാൻ കഴിയാതെ അവർ ആത്മഹത്യ തെരഞ്ഞെടുക്കുകയായിരുന്നു. തന്റെ മരണശേഷം തന്റെ മക്കൾ അനാഥമായി പോകുമെന്നുള്ള ആ ഒരു സങ്കടം കൊണ്ട് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി ആ മരണത്തിൽ, ചിന്നിച്ചിതറയുള്ള മരണത്തിൽ ആ പാവം അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് മരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷേ അവർക്ക് അവരുടെ അവസ്ഥ അറിയുന്ന ആരെങ്കിലും ഒന്ന് അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുകയോ ഇല്ല എങ്കിൽ അവൾക്ക് തന്നെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും അവരുടെ അവസ്ഥ പൊതുമധ്യത്തിലേക്ക്, അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, കുടുംബത്തിൽ പരാതി പറയുക, ഇതെല്ലാം വ്യക്തികളുടെ മനസ്സിൽ ഒതുങ്ങി നിൽക്കും, അത് പബ്ലിഷ് ആവുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് തന്നെ ഇത് പരസ്യമായിട്ട് പറയണം. ഇപ്പോ നമ്മുടെ ഒരു റോയ് എന്നൊരു സഹോദരൻ അദ്ദേഹത്തിന്റെ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്, മരണത്തിന്റെ വക്കിലാണ്, ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്നും അദ്ദേഹത്തിന്റെ ചാനലിലൂടെ ആ സങ്കടം തുറന്നു പറഞ്ഞു. ജനങ്ങൾ അദ്ദേഹത്തിന് എല്ലാ ഭാഗത്തു നിന്നും മാനസികമായും സാമ്പത്തികമായും എല്ലാം സഹായിച്ചു. അദ്ദേഹം 2 ദിവസം മുന്നേ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചാനലിൽ വരികയും അദ്ദേഹത്തിന്റെ തന്നെ ചാനൽ വരികയുണ്ട്. ഷാനിക്ക് മരിച്ചപ്പോൾ ഷാനിക്ക് ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു മാനസിക പിന്തുണ ആരും കൊടുത്തില്ല. അതാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചാനലിൽ ഈ സത്യാവസ്ഥ അവരെ ദ്രോഹിക്കുന്നതും അവരുടെ ജോലി BSc നേഴ്സായുള്ള അവരെ ജോലിക്ക് പോകാൻ കഴിയാത്തതും ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ഒരുപാട് മാർഗ തടസ്സങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ പറ്റിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുറന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും മലയാളികൾ ഇരു കൈകളും നീട്ടിക്കൊണ്ട് അവരെ സ്വീകരിക്കുമായിരുന്നു. ഇന്ന് അവർ ജീവനോടെ ബാക്കിയുണ്ടാകുമായിരുന്നു. വളരെ സങ്കടമായി പോയി ആ അവസ്ഥ. മലയാളികളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി ആ അമ്മയുടെയും മക്കളുടെയും മരണം മാറിപ്പോയി. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യുന്നത് ജീവിതത്തിൽ നിന്നും ഒളിച്ചോട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ ആത്മഹത്യക്കുള്ള ഒരു പ്രവണത കൊണ്ടു നടക്കുന്ന ആളുകളോ ആത്മഹത്യയെ പറ്റി കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന ആളുകളോ ഉണ്ടെങ്കിൽ അവർക്കുള്ള വിഷയങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുകയോ അതുപോലെ മനസ്സിനെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള ഈ കൗൺസിലിംഗ് കൊടുക്കുകയോ ചെയ്യണം. നന്ദി, നമസ്കാരം.